നമ്മുടെ മുകേഷ് എം.എൽ.എക്ക് ജാമ്യം കിട്ടിയ വിവരം പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ അപ്പീൽ നൽകുക എന്നതാണ് സ്വാഭാവികമായുള്ള കീഴ്വഴക്കം. എന്നാൽ മുകേഷ് എം.എൽ.എയുടെ കാര്യത്തിൽ അപ്പീൽ നിരസിച്ച കോടതി വിധിക്കെതിരെ ജാമ്യം നിരസിച്ച കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ല എന്നാണ് സർക്കാർ തീരുമാനം. അന്വേഷണ സംഘത്തിന് കടിഞ്ഞാണിടുകയാണ് സർക്കാർ. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. SIT നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അപ്പീലിന് സാധ്യതയില്ല എന്നാണ് മറുപടി നൽകുക. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. സാധാരണ രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം ഒരു കോടതി നൽകിക്കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ സ്വാഭാവികമായും അപ്പീൽ പോവുകയല്ലേ ചെയ്യുക? ഇക്കാര്യത്തിൽ എന്താണ് മുകേഷിന് മാത്രം ഒരു ഇമ്മ്യൂണിറ്റി? ശ്യാം ദേവരാജ്. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രോസിക്യൂഷൻ, പ്രത്യേകിച്ചും സെഷൻസ് കോടതി ഒരു ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ അതിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവുക എന്നത് സ്വാഭാവികമായ നടപടിയാണ്. പക്ഷേ ഈ സ്വാഭാവികമായ നടപടിക്കപ്പുറം മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അനുവദിച്ച ഉത്തരവിൽ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ നിരവധിയായ വിമർശനങ്ങളുണ്ട്, അല്ലെങ്കിൽ പിഴവുകളുണ്ട് എന്ന് നിയമലോകം വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഈ അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവ്. മാത്രമല്ല ഇതൊരു സുദീർഘമായ ഉത്തരവാണ്, 19 പേജുള്ള ഉത്തരവാണ്. ഇതിൽ ഈ കേസിൻ്റെ വസ്തുതകൾ മിക്കവാറും വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അത്തരമൊരു കാര്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉണ്ടാകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് നിയമവൃത്തങ്ങളിൽ നിന്നുള്ള മറ്റൊരു വിമർശനം. അതായത് നിരവധിയായ പിഴവുകളുണ്ട് എന്നതാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു കോടതി വിധിയിൽ പിഴവുകളുണ്ട് എങ്കിൽ ആ കോടതി വിധിക്കെതിരെ അപ്പീൽ പോവുക എന്നത് സ്വാഭാവികമായ നടപടിക്രമത്തിനപ്പുറം അനിവാര്യമായ ഒരു നടപടിക്രമമാണ്. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ അങ്ങനെ ഒരു ഈ വിധിക്കെതിരെ, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകണം എന്ന കാര്യം SIT പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷന് കത്ത് നൽകി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കത്ത് നൽകി. പക്ഷേ ഈ പ്രോസിക്യൂഷൻ ലഭിച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിധിന്യായം അല്ലെങ്കിൽ ഉത്തരവ് പരിശോധിക്കുകയും ചെയ്തു. സമാനമായ നിലപാടാണ് അത്, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ അപ്പീൽ പോകേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് പ്രോസിക്യൂഷന്, പ്രത്യേകിച്ച് ജില്ലാ തലത്തിലും അതിന് മുകളിലുമൊക്കെയുള്ള പ്രോസിക്യൂട്ടർമാർക്ക് ഉള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ മുകേഷിനെതിരെ അപ്പീൽ പോകേണ്ടതില്ല എന്ന നിലപാടാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഉണ്ടായത്. ഒരു പ്രേക്ഷകർ എഴുതുന്നത് വീട്ടിലെ കാർന്നോർ കടുപ്പിലുമാകാം എന്ന അവസ്ഥയാണല്ലോ മുകേഷിന്റെ കാര്യത്തിൽ. ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം മുകേഷിനെ വഴിവിട്ട് സംരക്ഷിക്കില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി പറയുമ്പോഴും അതിനപ്പുറത്ത് സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ തന്നെ സ്വീകരിക്കുന്നത്. അപ്പീൽ പോകേണ്ടതില്ല എന്ന നിർദ്ദേശം പ്രോസിക്യൂഷന് നൽകുമ്പോൾ പ്രോസിക്യൂഷന് അക്കാര്യത്തിൽ സർക്കാരിനെ മറികടന്നൊരു തീരുമാനം പ്രോസിക്യൂഷൻ എടുക്കാനോ മുന്നോട്ട് പോകാനോ കഴിയില്ല. സ്വാഭാവികമായും SIT നൽകിയ കത്തിനെ മടക്കുക, അല്ലെങ്കിൽ അക്കാര്യത്തിൽ മറ്റൊരു തീരുമാനം അറിയിക്കുക. ആ തീരുമാനം അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ നോ സ്കോപ്പ്, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. മാത്രമല്ല SIT ഇത് ആവശ്യപ്പെടുമ്പോൾ പ്രോസിക്യൂഷൻ അതിനെ തടയുന്നത് തീർച്ചയായും ശ്യാം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കാരണങ്ങളാലാവാം. പക്ഷേ അത് ശരിയായൊരു നടപടിയല്ല. അത് സ്വാഭാവികമായി കോടതി തീരുമാനിക്കട്ടെ. എന്തിനാണ് ഇവർ ഭയക്കുന്നത്? അപ്പീൽ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണെന്നൊരു കീഴ്വഴക്കമാണെന്നിരിക്കെ അപ്പീൽ തടയാൻ ഒരു കാരണം വേണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്ത് വന്നിട്ടില്ല, എല്ലാം പൂർണ്ണമായും പുറത്ത് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ശ്യാം മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഹൈക്കോടതിയിൽ നൽകുകയാണ്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ മൊഴികളും നൽകും. അതിലെല്ലാ തെളിവുകളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെൻഡ്രൈവുകളും വാട്സപ്പ് ചാറ്റുകളും ഉൾപ്പെടെയുള്ള തെളിവുകളും ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറും. ഇനി അതിനുശേഷം കാര്യങ്ങൾ ഹൈക്കോടതി തീരുമാനിക്കും. അപ്പോൾ മുകേഷിനെതിരെ ഇപ്പോൾ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് അപ്പീൽ പോകുന്നില്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഇനി ഹൈക്കോടതി ആയിരിക്കും തീരുമാനിക്കുക, അല്ലേ ശ്യാം? അത് നാളെ മുതൽ ഹൈക്കോടതിയുടെ സമ്പൂർണ്ണമായ പരിഗണനയിലാണ് ഇക്കാര്യങ്ങൾ ഉണ്ടാവുക. കാരണം ഇന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് കഴിഞ്ഞ പ്രവൃത്തി ദിവസം ശനിയാഴ്ച ഹൈക്കോടതിയിൽ എത്തിച്ചു. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലാണ് ഇപ്പോഴുള്ളത്. ഇത് അല്പസമയത്തിനുള്ളിൽ തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ നിന്നും ഹൈക്കോടതിയുടെ രജിസ്ട്രാർക്ക് ഈ റിപ്പോർട്ട് കൈമാറും. സീൽ വെച്ച കവറാണ്, മുദ്രവെച്ച കവറാണ്. മുദ്രവെച്ച കവറിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മാത്രമല്ല ഉള്ളത്, അനുബന്ധമായ റിപ്പോർട്ടുകളും രേഖകളും തെളിവുകളും ഒക്കെയുണ്ട്. ഇതിൽ പെൻഡ്രൈവിൽ ഉള്ള രേഖകൾ, തെളിവുകൾ ഉൾപ്പെടെയുള്ളവ
ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാട്സപ്പ് ചാറ്റുകളുണ്ട്, ഓഡിയോ സന്ദേശങ്ങളുണ്ട്, അങ്ങനെ വിപുലമായ തെളിവുകൾ. മാത്രമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ മൊഴി അടക്കം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ സർക്കാർ കഴിഞ്ഞ 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു, അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അറിവ് ലഭിക്കുമ്പോൾ സർക്കാർ അക്കാര്യത്തിൽ നടപടിയെടുക്കാതിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഹൈക്കോടതിക്ക് അതിന്മേൽ മറ്റൊന്നും നോക്കാനില്ല. ഇതിന്മേൽ അത് ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണമായ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി ഇന്ന് വായിച്ചു നോക്കുമ്പോൾ നാളെ അക്കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന ഒരു നിലപാട് അങ്ങനെ ആകാം. ഹൈക്കോടതിയാണ് അതിന്മേൽ നിലപാട് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇതിന്മേൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അക്കാര്യം ഹൈക്കോടതിക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റിവീൽ ചെയ്യപ്പെടുമ്പോൾ ഹൈക്കോടതിക്ക് അതിന്മേൽ സർക്കാർ ഇടയിടുന്നത് പോലെ നിശബ്ദമായി ഇരിക്കാൻ കഴിയില്ല. ഹൈക്കോടതി അതിന്മേൽ ഒരു നിലപാട് സ്വീകരിക്കും. മാത്രമല്ല ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നിരിക്കുന്നത് വനിതാ ജഡ്ജിമാരുമാണ്. അവരുടെ കൈകളിലേക്കാണ് ഈ കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരിൽ 52ഓളം വരുന്ന ചലച്ചിത്ര പ്രവർത്തകരെ വിവിധ ഇടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചതായും ചൂഷണം ചെയ്തതായുമുള്ള തെളിവുകളടക്കം വാട്സപ്പ് ചാറ്റുകളടക്കമാണ് ഇരിക്കുന്നത്. ചില നടന്മാരൊക്കെ ഉടുതുണി ഇല്ലാതെ ഈ ചാറ്റിൻ്റെ ദൃശ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇതൊക്കെ നാട്ടുകാർ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുങ്ങിയ പക്ഷം ഹൈക്കോടതിയിലെ ഈ വനിതാ ജഡ്ജിമാരെങ്കിലും ഇവരുടെ ഈ പ്രകടനങ്ങളൊക്കെ കാണും. അതൊരു കൊഗ്നിസിബിൾ ഒഫൻസ് ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കേസെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. കാര്യങ്ങൾ അത്ര ലളിതമല്ല, അത്ര സിമ്പിൾ അല്ല, സംഭവം പവർഫുൾ ആണ്. ശ്യാം, എന്തോ ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. ഡോക്ടർ അരുൺ, ഇത് രണ്ടംഗ ബെഞ്ചാണ്, പ്രത്യേക രണ്ടംഗ ബെഞ്ചാണ് അല്ലേ? രണ്ടംഗ ബെഞ്ചാണ്, പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ്. അതിൽ ഒരു വനിതാ അംഗമാണുള്ളത്, അത് ജസ്റ്റിസ് CS സുധയാണ്. മറ്റൊരു അംഗം ഈ ബെഞ്ചിന്റെ അധ്യക്ഷൻ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാറാണ്. ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി കൂടിയാണ് അദ്ദേഹം. നിലവിൽ രണ്ടാമതുള്ള രണ്ടുപേരുമായിരിക്കും അല്ലേ ഈ മൊഴികളും തെളിവുകളും ഒക്കെ കാണാൻ പോകുന്നത്? ശ്യാം, ഇവർ രണ്ടുപേരാണ് വായിക്കുന്നത്. അതായത് ആ സീൽ മുദ്രവച്ച കവർ പൊട്ടിക്കുക, അത് തുറന്ന് വായിച്ചു നോക്കുക എന്നത് ഈ 2 ജഡ്ജിമാർക്ക് മാത്രം സാധ്യമായതാണ്. കാരണം അവരുടെ നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആയതുകൊണ്ട് ചോദിക്കുക, ഇതിനകത്ത് 42ഓളം കൊഗ്നിസിബിൾ ഒഫൻസസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഥവാ ആ മൊഴികളിൽ ഒഫൻസസിന്റെ പരാമർശങ്ങളും തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മുടെ കോടതിയുടെ പരിഗണനയിൽ ഇത്തരമൊരു കുറ്റകൃത്യം നടന്നതായി ഒരു തെളിവ് പെൻഡ്രൈവിൽ കിട്ടുകയാണ്, വാട്സപ്പ് ചാറ്റ് കിട്ടുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങളെ ചാറ്റ് ചെയ്തവർ ലൈംഗികമായി പ്രലോഭിക്കാൻ ശ്രമിച്ചത്, സ്ത്രീയുടെ മാന്യതയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത്. ഇങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് കേസെടുക്കാൻ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അല്ലേ ശ്യാം? അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം കോടതിയുടെ മുന്നിലേക്കാണ് വരുന്നത്. നീതി നടപ്പാക്കുക എന്നതാണ് കോടതിയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ കോടതി സ്ഥാപിക്കുന്നതിൻ്റെ തന്നെ ഉദ്ദേശം നീതി നടപ്പാവുക എന്നതാണ്. ഈ രീതിയിൽ അനീതിക്കിരയായ ആളുകളാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത്. അത് നിരവധിയായ സ്ത്രീകളുണ്ട്, പുരുഷന്മാരായ നടന്മാർ, ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് വലിയ ഒരു അനീതിയുടെ ഒരു പരമ്പര തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സിനിമാ മേഖലയിൽ നടന്നിട്ടുള്ളത്. അത്തരം കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് അത് വായിച്ചു നോക്കുമ്പോൾ ആ ന്യായാധിപന്മാർ അല്ലെങ്കിൽ നീതിമാന്മാർ അക്കാര്യം വായിച്ചു നോക്കുമ്പോൾ അവർക്ക് അതിലൂടെ കടന്നു പോകുന്ന ഓരോ വാക്കും വരിയും വായിച്ചു നോക്കണം. ആ വാക്കിലും വരിയിലും ഏതെങ്കിലും കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ, അക്കാര്യം വെളിപ്പെടുന്നുണ്ട് എങ്കിൽ എന്തായാലും ഈ വിഗ്രഹങ്ങളുടെയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഡിവിഷൻ ബെഞ്ചിലാണ്. 2അംഗ ബെഞ്ചാണത് പരിശോധിക്കുക. അതവർ പരിശോധിക്കും. കുറ്റകൃത്യത്തിൻ്റെ പരാമർശം അതിലുണ്ടെങ്കിൽ കേസെടുക്കാൻ ന്യായാധിപന്മാർ ആവശ്യപ്പെടും. അങ്ങനെ വന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണം കോശി.